പേജ് നമ്പർ 93. 93 എടുത്തേ, പേജ് നമ്പർ 93 എടുത്തേ. എല്ലാവരും പേജ് നമ്പർ 93 എടുത്തേ. പേജ് നമ്പർ 93 എടുത്തോ? ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ മുമ്പ് അതായത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ കുറേ കണക്കുകൾ പഠിച്ചിരുന്നില്ലേ? അതിൽ നമുക്ക് ആ കണക്കുകൾ അതിനകത്ത് കുറച്ച് റിവിഷൻ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് റിവിഷൻസ് ഉണ്ട്. ആ റിവിഷൻസ് ആണ് പഠിക്കുന്നത്. അതിലെല്ലാവരും പേജ് നമ്പർ 93 റിവിഷൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കൗണ്ടിങ് സീക്വൻസ് അപ് ടു 100. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. എല്ലാവരും ടീച്ചർ ടെക്സ്റ്റ് വായിക്കാൻ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നേ. ഓക്കെ. റിവിഷൻ. കൗണ്ടിങ് ആൻഡ് നമ്പർ പാറ്റേൺസ്. Filling the boxes with the correct numbers. Filling the boxes with the correct numbers. നമ്മൾ ഇവിടെ ബോക്സിൽ കുറേ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ മിസ്സിംഗ് നമ്പേഴ്സ് ഉണ്ട്. ആ മിസ്സിംഗ് നമ്പേഴ്സ് എന്ത് ചെയ്യണം? നമ്മൾ കറക്റ്റ് ചെയ്ത് എഴുതണം. അതായത് നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ച മാത്സ് ആണ്. കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുമെന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുകയാണ്. ഓക്കെ. എല്ലാവരും ശ്രദ്ധിച്ചേ. പോകുന്നത് ഫില്ലിംഗ് ദ ബോക്സസ് വിത്ത് കറക്റ്റ് നമ്പേഴ്സ്. അതായത് ഓരോന്നിലും മിസ്സിംഗ് നമ്പേഴ്സ് ഉണ്ട്. ആ മിസ്സിംഗ് നമ്പേഴ്സ് എന്ത് ചെയ്യാം? കണ്ടെത്തി ആ ബോക്സിൽ കറക്റ്റായിട്ട് എഴുതാൻ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ടീച്ചർ ഹോംവർക്ക് ഒക്കെ തരും. ശ്രദ്ധിച്ചിരിക്കണം. മാത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ നല്ല മൈൻഡൊക്കെ നല്ല ഇതാക്കിയിട്ട് എന്ത് ചെയ്യാം? ടീച്ചർ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കണം. ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ എന്ത് സംഭവിക്കൂ? നമുക്ക് അത് നല്ലതുപോലെ പഠിക്കാനും പറ്റുകയുള്ളൂ. അല്ലാതെ മാത്സ് സമയത്ത് നമ്മളെന്താ വേറെ ശ്രദ്ധകളൊന്നും എടുക്കരുത്. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? നല്ല ആക്റ്റീവായിട്ട് എന്ത് ചെയ്യണം? മൊത്തം ടീച്ചർ പഠിക്കുന്നത് മൊത്തം ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ. നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഫില്ലിംഗ് ദ ബോക്സസ് വിത്ത് കറക്റ്റ് നമ്പേഴ്സ്. എല്ലാവരും നോട്ട്ബുക്ക് എടുക്കുക, ടെക്സ്റ്റ് എടുക്കുക. ടീച്ചർ പറയുന്നത് ടെക്സ്റ്റിലും അടയാളപ്പെടുത്തണം. നോട്ട്ബുക്കിൽ എഴുതിയേ വേണം. ടീച്ചർ ഇട്ട് തരുമ്പോൾ ടെക്സ്റ്റിനകത്ത് നിങ്ങൾ അടയാളപ്പെടുത്തുന്നത് ടീച്ചർക്ക് കാണണം. നോട്ട്ബുക്കിനകത്ത് നിങ്ങൾ എഴുതിയത് കാണുന്നത് എന്തിനാണെന്ന് അറിയാമോ? നിങ്ങൾ നല്ലതുപോലെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ടെക്സ്റ്റിൽ പഠിക്കുമ്പോൾ അത്രയും നിങ്ങൾക്ക് എന്ത് ചെയ്യും? ടീച്ചർ പഠിപ്പിച്ചത് അത്രയും നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഓർമ്മ വരും. നോട്ട്ബുക്കിൽ ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? മനസ്സിലാവും. നമ്മൾ ടെക്സ്റ്റിൽ ചെയ്യണം, നോട്ട്ബുക്കിൽ ചെയ്യണം. ടെക്സ്റ്റിൽ ചെയ്തിട്ട് ടീച്ചർ കിട്ടണം, നോട്ട്ബുക്കിൽ ചെയ്തിട്ട് ടീച്ചർ കിട്ടണം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ടീച്ചർ പറയുന്നത് കറക്റ്റ് ആയിട്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ. Are you ready? Filling the boxes with the correct numbers. Filling the boxes with the correct numbers. എല്ലാവരും നോട്ട്ബുക്കിൽ filling the boxes with the correct numbers എന്ന് എഴുതിക്കേ. എല്ലാവരും ബുക്കും പെൻസിലൊക്കെ എടുത്തിട്ട് എല്ലാവരും വേഗം ആ നോട്ട്ബുക്കിലോട്ട് എഴുതിക്കേ. Filling the boxes with the correct numbers. Filling the boxes with the correct numbers. എല്ലാവരും എഴുതിക്കേ. ഓക്കെ. ഇനി നമുക്ക് ഓരോ നമ്പേഴ്സ് എഴുതാം. എല്ലാവരും ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ. ഫസ്റ്റ് നമ്മൾ എഴുതുന്നത് 50, 55 and 65. അതായത് ഇവിടെ ഒരു നമ്പർ മിസ്സിംഗ് ആണ്. മനസ്സിലായോ? ഇതില് ഈ പാറ്റേണില് നമ്മളിപ്പോ ഒരു പാറ്റേൺ തന്നിരിക്കുകയാണ്. ഈ പാറ്റേണില് ഒരു നമ്പർ എന്താ? മിസ്സിംഗ് ആണ്. അത് ഏത് നമ്പേഴ്സ് ആണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? നോക്കാം ഏത് നമ്പർ ആണെന്ന്. ഓക്കെ. നോക്കിക്കേ. 50 കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്പർ ഏതാണ് കൊടുത്തിരിക്കുന്നത്? 55. അതായത് 50 കഴിഞ്ഞ് എത്ര നമ്പേഴ്സ് 50 കൂടെ ആഡ് ചെയ്തപ്പോഴാണ് 55 കിട്ടിയത്? 50 കഴിഞ്ഞിട്ട് എത്ര നമ്പേഴ്സ് ആണ് 55 കൂടെ ആഡ് ചെയ്തിരിക്കുന്നത് നോക്കാം. 50 കഴിഞ്ഞിട്ട് കൗണ്ട് ചെയ്ത് എല്ലാവരും ഫിംഗേഴ്സ് എടുത്ത് കൗണ്ട് ചെയ്ത് 50 കഴിഞ്ഞ് എത്ര നമ്പേഴ്സ് ആണ് ആഡ് ചെയ്തപ്പോഴാണ് 55 കിട്ടിയത് നോക്കാം. 51, 52, 53, 54, 55. ഒന്നുകൂടെ കൗണ്ട് ചെയ്തേ. 51, 52, 53, 54 and 55. ഇവിടുത്തെ ആൻസർ 55. ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഈ 55-ലൂടെ വീണ്ടും എത്ര നമ്പേഴ്സ് ആഡ് ചെയ്താൽ നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസറിലെത്തും? 55-ലൂടെ നമ്മൾ വീണ്ടും 5 നമ്പേഴ്സ് കൗണ്ട് ചെയ്യണം. 5 എത്ര നമ്പേഴ്സ് കൗണ്ട് ചെയ്താൽ നമുക്ക് ഈ ആൻസറിലെത്താൻ കഴിയും എന്ന് പറഞ്ഞ് എല്ലാവരും പറഞ്ഞേ. 5 നമ്പേഴ്സ് അല്ലേ? 5 നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇവിടുത്തെ ആൻസർ എത്താൻ പറ്റും. 56, 57, 58, 59, 60.
59, 60. ഓക്കെ, അതിന് ഇവിടുത്തെ ആൻസർ എന്താണ്? മിസ്സിംഗ് നമ്പർ ഏതാണ്? 60. എല്ലാവരും ഉറക്കെ പറഞ്ഞേ. 60. 60യുടെ കൂടെ എത്ര നമ്പേഴ്സ് ആഡ് ചെയ്തപ്പോഴാണ് 65 കിട്ടിയത്? ഒന്ന് പറഞ്ഞേ. 5 നമ്പേഴ്സ് ഇല്ലേ? 60യുടെ കൂടെ 5 നമ്പേഴ്സ് ആഡ് ചെയ്തപ്പോഴാണ് ഏത് നമ്പർ കിട്ടിയത്? 65. ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 61, 62, 63, 64 and 65. 61, 62, 63, 64 and 65. Okay. So നിങ്ങൾക്ക് ഈ ഫസ്റ്റ് പാറ്റേൺ മനസ്സിലായോ? ഫസ്റ്റ് പാറ്റേണിൽ ഈ 5 നമ്പേഴ്സ് വീതം വെച്ച് ആഡ് ചെയ്താണ് പോയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെക്കൻഡ് പാറ്റേൺ നോക്കാം. 34, 38, 42, dash 50 dash. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചേ. ഈ 34ന്റെ കൂടെ എത്ര നമ്പേഴ്സ് ആഡ് ചെയ്തപ്പോഴാണ് 38 കിട്ടിയത് നോക്കാം. എല്ലാവരും ഫിംഗേഴ്സ് എടുത്ത് കഴിഞ്ഞിട്ട് 34 കഴിഞ്ഞിട്ട് കൗണ്ട് ചെയ്ത് 34 കഴിഞ്ഞ് അടുത്ത നമ്പർ ഏതാ? 35, 36, 37, 38. എത്ര നമ്പേഴ്സ് ആഡ് ചെയ്തപ്പോഴാണ് 38 കിട്ടിയത്? എത്ര നമ്പേഴ്സ് ആഡ് ചെയ്തപ്പോഴാണ് 38 കിട്ടിയത്? 4 നമ്പേഴ്സ് ഇല്ലേ? എത്ര നമ്പേഴ്സ് ആഡ് ചെയ്തപ്പോഴാണ് 38 കിട്ടിയത്? 34ന്റെ കൂടെ 4 നമ്പേഴ്സ് ആഡ് ചെയ്തപ്പോൾ ഏത് ആൻസർ കിട്ടി? 38 കിട്ടി. 34ന്റെ കൂടെ 4 നമ്പേഴ്സ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് ഏത് ആൻസർ കിട്ടി? 38 കിട്ടി. 38ന്റെ കൂടെ വീണ്ടും നമ്മൾ എത്ര നമ്പേഴ്സ് ആഡ് ചെയ്യുന്നു? 4 നമ്പേഴ്സ് ആഡ് ചെയ്തു അല്ലേ? എത്ര നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യുന്നത്? 4 നമ്പേഴ്സ് അല്ലേ? എത്ര നമ്പേഴ്സ് ആഡ് ചെയ്യുന്നത്? 4 നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് ആൻസർ കിട്ടണം? 42 കിട്ടണം. അപ്പൊ എല്ലാവരും ഒന്ന് കൗണ്ട് ചെയ്തേ. 9, 40, 41, 42, 39, 40, 41, 42. ഓക്കെ, നമ്മുടെ ആൻസർ 42. ഇനി നമുക്ക് ഈ മിസ്സിംഗ് നമ്പേഴ്സ് കണ്ടെത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ 42ന്റെ കൂടെ നമ്മൾ വീണ്ടും എത്ര നമ്പേഴ്സ് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞേ? 4 നമ്പേഴ്സ് ആഡ് ചെയ്യണം അല്ലേ? 42ന്റെ കൂടെ നമ്മൾ വീണ്ടും 4 നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടുത്തെ ആൻസർ കിട്ടും. ഓക്കെ, 42ന്റെ കൂടെ നമ്മൾ വീണ്ടും ആഡ് ചെയ്യുന്ന നമ്പേഴ്സ് എന്ന് പറഞ്ഞേ 4 നമ്പേഴ്സ് അല്ലേ? എന്ന് പറഞ്ഞേ 42 കഴിഞ്ഞ് കൗണ്ട് ചെയ്തേ. 43, 44, 45, 46. ഒന്നുകൂടെ കൗണ്ട് ചെയ്തേ. 43, 44, 45, 46. ഒന്നുകൂടെ കൗണ്ട് ചെയ്തേ. 43, 44, 45, 46. അല്ലേ ഇവിടുത്തെ ആൻസർ എത്രയാ? ഒന്ന് പറഞ്ഞേ. 46 അല്ലേ? ആൻസർ 46. ഇനി അടുത്ത നമ്പർ ഏതാ? 50 ആണ് കൊടുത്തിരിക്കുന്നത്. 46ന്റെ കൂടെ എത്ര നമ്പേഴ്സ് ആഡ് ചെയ്തപ്പോഴാണ് 50 കിട്ടിയത്? ഒന്ന് കൗണ്ട് ചെയ്തേ. 47, 48, 49, 50. 47, 48, 49, 50. ഓക്കെ, നമുക്ക് ഇവിടുത്തെ ആൻസർ 50 കിട്ടിയില്ലേ? ഇനി നമുക്ക് 50യുടെ കൂടെ എത്ര നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോഴാണ് ഈ മിസ്സിംഗ് നമ്പർ കിട്ടുന്നത് നോക്കണം. ഓക്കെ, 50യുടെ കൂടെ എത്ര നമ്പേഴ്സ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്? എത്ര നമ്പേഴ്സ് വെച്ച് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയും. സെക്കൻഡ് പാറ്റേണിൽ നിങ്ങൾ എത്ര നമ്പേഴ്സ് വെച്ച് ആഡ് ചെയ്തിട്ടുണ്ട്? 4 നമ്പേഴ്സ് വെച്ചല്ലേ? 50 കഴിഞ്ഞ് കൗണ്ട് ചെയ്തേ. 4 നമ്പർ കൗണ്ട് ചെയ്തേ. 51, 52, 53, 54. 51, 52, 53, 54. ആൻസർ 54. Okay, നോക്കിക്കേ. 34, 38, 42, 46, 50, 54. ഓക്കെ, ഇനി അടുത്തത് തേർഡ് പാറ്റേൺ. എല്ലാവരും ടീച്ചർ ബോർഡിൽ എഴുതുന്നത് ശ്രദ്ധിച്ചിരിക്കണം. ടീച്ചറിന്റെ ഈ തേർഡ് പാറ്റേൺ കൂടെ പഠിപ്പിക്കത്തോളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ കൂടെ ടീച്ചർ ചെയ്ത് എടുത്തോളൂ. അത് കഴിഞ്ഞ് ബാക്കി 3 ആൻസർ നിങ്ങൾ തന്നെ ചെയ്ത് ടീച്ചർ കിട്ടി തരേണ്ടതാണ്. അതുകൊണ്ട് അത് ഹോംവർക്ക് ആണ്. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? കറക്റ്റ് ആയിട്ട് ചെയ്തിട്ട് തരാൻ പറ്റും. ഇതും കൂടെ ടീച്ചർ ചെയ്തോളൂ. ബാക്കി 3 നിങ്ങൾക്ക് എന്താ ഹോംവർക്ക് തരുവാണ്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. 54, 57, 60, dash 66 dash. ഓക്കെ, ഇവിടെ വീണ്ടും മിസ്സിംഗ് നമ്പേഴ്സ് ആണ്. നിങ്ങൾ
ഇവിടെ 3 നമ്പേഴ്സ് അല്ലേ ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി 60യിലൂടെ 3 നമ്പർ കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടുത്തെ ആൻസറിൽ എത്താൻ പറ്റില്ലേ? 60യിലൂടെ 3 നമ്പേഴ്സ് കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുത്തെ ആൻസറിൽ എത്താൻ കഴിയും. 60 കഴിഞ്ഞ് കൗണ്ട് ചെയ്തേ. 61 62 63 61 62 63 അല്ലേ ഇവിടുത്തെ ആൻസർ എന്താണ്? ഇത് പറഞ്ഞേ. 63 അല്ലേ ഇതിന്റെ ആൻസർ? 63. ഈ 63യിലൂടെ വീണ്ടും 3 കൗണ്ട് ചെയ്തപ്പോൾ എത്ര കിട്ടി? 66 കിട്ടില്ലേ? 63 ആയിട്ട് കൗണ്ട് ചെയ്തേ. 64 65 66 ഇവിടുത്തെ ആൻസർ 66 അല്ലേ? ഈ 66ന് വീണ്ടും എത്ര നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോഴാണ് ഇവിടുത്തെ ആൻസർ കറക്റ്റ് വരുന്നത്? നമ്മൾ എത്ര നമ്പേഴ്സ് വെച്ചാണ് കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? 3 ഇല്ലേ? 3 നമ്പേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഇതിലൂടെ ആഡ് ചെയ്ത് പോയിരിക്കുന്നത്. 66യിലൂടെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? 3 നമ്പേഴ്സ് കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുത്തെ അതായത് ഈ ബോക്സിലെ ആൻസർ കിട്ടും അല്ലേ? 66 കൗണ്ട് ചെയ്തേ. 67 68 69 ഒരു ആൻസർ എത്രയാ? 69. ഒന്നുകൂടെ കൗണ്ട് ചെയ്തേ. 67 68 69 ഇവിടുത്തെ ആൻസർ എത്രയാ? 69. ഓക്കെ, നല്ല കുട്ടികളെ കേട്ടോ. ഓക്കെ, നല്ല കുട്ടികള് എല്ലാവരും നല്ലതുപോലെ റെസ്പോണ്ട് ചെയ്തു കേട്ടോ. ടെക്സ്റ്റിലോട്ട് ശ്രദ്ധിച്ചേ. ടീച്ചർ താണ്ട ഈ 3 A B C ആണ് ടീച്ചർ ചെയ്തത്. ഇനി D E F ഇത് നിങ്ങൾ ചെയ്ത് ടീച്ചർക്ക് ഫോണിൽ ഇട്ട് തരണം. ടെക്സ്റ്റിൽ എഴുതണം, ബുക്കിൽ എഴുതണം. അത് എന്തുകൊണ്ടാണ് ടീച്ചർ പറയുന്നത്? ടെക്സ്റ്റിൽ എഴുതുമ്പോൾ നിങ്ങൾ കുറച്ച് പഠിക്കും, ബുക്കിൽ എഴുതുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അത് ഒന്നും കൂടി ഒന്ന് പഠിക്കും. ഓക്കെ, കൗണ്ട് ഫോർവേഡ് ഓർ ബാക്ക്വേർഡ്. ഓക്കെ, കൗണ്ട് ഫോർവേഡ് ബൈ 5. 5ന്റെ കൗണ്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചേ. കൗണ്ട് ഫോർവേഡ് ഓർ ബാക്ക്വേർഡ് നിങ്ങൾക്ക് പഠിപ്പിച്ചതിന്റെ തൊട്ട് താഴത്ത് തന്നെ കൗണ്ട് ഫോർവേഡ് ഓർ ബാക്ക്വേർഡ് എല്ലാവരും ശ്രദ്ധിച്ചേ. കൗണ്ട് ഫോർവേഡ് ഓർ ബാക്ക്വേർഡ്. കൗണ്ട് ഫോർവേഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യാം? മുന്നോട്ട് കൗണ്ട് ചെയ്ത് എഴുതുക. കൗണ്ട് ഫോർവേഡ് ബൈ 5. 5ന്റെ കൗണ്ടാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഒരു നമ്പർ ടീച്ചർ തരും. ആ നമ്പർ കഴിഞ്ഞിട്ട് വീണ്ടും 5 വെച്ച് ആഡ് ചെയ്ത് പോകണം. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്, അതായത് കഴിഞ്ഞ ഇയറിൽ കഴിഞ്ഞ വർഷം പഠിച്ചതിനെയാണ്. അത് ടീച്ചർ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. കൗണ്ട് ഫോർവേഡ് ഓർ ബാക്ക്വേർഡ്. ഓക്കെ, അതിലെ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കൗണ്ട് ഫോർവേഡ് ബൈ 5. കൗണ്ട് ഫോർവേഡ് ബൈ 5. കൗണ്ട് ഫോർവേഡ് ബൈ 5. ഓക്കെ, നമ്മൾ ഫസ്റ്റ് നമ്പർ തരുവാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഫസ്റ്റ് 75. ഫസ്റ്റ് നമ്പർ ടീച്ചർ പറഞ്ഞിരിക്കുന്നത് 75. 75 എത്ര നമ്പേഴ്സ് ആണ് ആഡ് ചെയ്യുന്നത്? 5 നമ്പേഴ്സ് വെച്ച് എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് എഴുതണം. എല്ലാവരും ഫിംഗേഴ്സ് എടുത്ത് ടീച്ചർ പറയുന്നത് ശ്രദ്ധിച്ചിരുന്ന് പെട്ടെന്ന് കൗണ്ട് ചെയ്താൽ നമുക്ക് ആൻസേഴ്സ് എഴുതാം. ഓക്കെ, എല്ലാവരും റെഡിയാണോ? എങ്കിൽ എല്ലാവരും ഫിംഗേഴ്സ് എടുത്തേ. ഓക്കെ, 75ലൂടെ നമ്മൾ എത്ര ഫിംഗേഴ്സ് ആണ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്? 5 ഫിംഗേഴ്സ്. ഒന്ന് കൗണ്ട് ചെയ്ത് എല്ലാവരും 5 ഫിംഗേഴ്സ് എടുത്തേ. 1 2 3 4 5. ഓക്കെ, 5 ഫിംഗേഴ്സ് എടുത്തു. ഇനി നമുക്ക് 75 കഴിഞ്ഞ് കൗണ്ട് ചെയ്യാം. 75 കഴിഞ്ഞ് കൗണ്ട് ചെയ്തേ. 76 77 78 79 80. ഓക്കെ, ഒന്നുകൂടെ കൗണ്ട് ചെയ്തേ. 75 കഴിഞ്ഞ് 76 77 78 79 80. ഇവിടുത്തെ ആൻസർ എത്രയാണ്? 80. ആൻസർ 80. 80യുടെ വീണ്ടും എന്ത് ചെയ്യണം? 5 നമ്പേഴ്സ് കൗണ്ട് ചെയ്യണം. എന്താ എല്ലാവർക്കും ഉഷാറില്ലാതെ? എല്ലാവരും ഫിംഗേഴ്സ് എടുത്തേ. 80യുടെ വീണ്ടും നമ്മൾ എത്ര നമ്പേഴ്സ് ആണ് ആഡ് ചെയ്യുന്നത്? 5 നമ്പേഴ്സ്. 80 കഴിഞ്ഞിട്ട് 80 81 82 83 84 and 85. ഒന്നുകൂടെ കൗണ്ട് ചെയ്തേ. 81 82 83 84 and 85. ഓക്കെ, 85. ഇനി വീണ്ടും 86 87 88 89 90. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞേ. 86 87 88 89 90. ഇവിടുത്തെ ആൻസർ എത്രയാ? 90. ഇനി വീണ്ടും 90യുടെ 5 നമ്പേഴ്സ് ആഡ് ചെയ്തേ. 91 92 93 94
ആഡ് ചെയ്ത് എഴുതണം. ഇതെല്ലാവർക്കും മനസ്സിലായില്ലേ? ഇത് എന്ത് ചെയ്യണം? ഹോംവർക്കായിട്ട് ടെക്സ്റ്റിലും നോട്ടിലും എഴുതണം, ടീച്ചർക്ക് ഇട്ട് തരണം. Count backward ടീച്ചർ എന്താ? Count backward. Okay, count backward. പേജ് നമ്പർ 94. പേജ് നമ്പർ 94 എടുത്ത് എല്ലാവരും എടുത്തിട്ട് ഇത് കണ്ടോ? ഇതാണ് ടീച്ചർ ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഒരെണ്ണം ടീച്ചർ ചെയ്യും, ബാക്കി രണ്ടെണ്ണം നിങ്ങൾ എന്ത് ചെയ്യണം? തനിയെ ചെയ്യണം. തനിയെ ചെയ്യേണ്ടതോടെ എന്ത് ചെയ്യണം? എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ തനിയെ ചെയ്യാൻ പറ്റൂ. അല്ലാതെ മാത്സ് ചെയ്യാമെന്ന് ആരും വിചാരിക്കണ്ട. മാത്സ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കണം. എല്ലാവരും ശ്രദ്ധിച്ച ക്ലാസ്സിലോട്ട് ശ്രദ്ധിച്ചിരുന്ന് ടീച്ചർ പറയുന്നത് എന്താണെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി ടീച്ചർ പറയുമ്പോൾ കൗണ്ട് ചെയ്യാനുള്ളത് കൗണ്ട് ചെയ്യണം. ഓക്കെ, അന്നേരമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്? ടീച്ചർ പറയുന്നത് ശ്രദ്ധിച്ചിരുന്ന് ടീച്ചർ പറയുന്ന വർക്കുകൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അത് മനസ്സിലാവൂ. അപ്പോൾ നമുക്ക് കൗണ്ട് ബാക്ക്വേർഡ് പഠിക്കാം. കൗണ്ട് ബാക്ക്വേർഡ് ബൈ ത്രീസിന്റെ ബാക്ക്വേർഡ് കൗണ്ടിങ് ആണ് നമ്മൾ പഠിക്കാൻ. നിങ്ങൾ കഴിഞ്ഞ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ചാണ് ബാക്ക്വേർഡ് കൗണ്ടിങ്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാം നല്ല എളുപ്പമായിരിക്കും. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്ന ക്ലാസ്സിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഒന്നും കൂടെ നല്ലതുപോലെ ബാക്ക്വേർഡ് കൗണ്ടിങ് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഫസ്റ്റിന്റെ ക്വസ്റ്റ്യൻ എഴുതുവാണ്. എല്ലാവരും ശ്രദ്ധിച്ചിട്ട് ടീച്ചർ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ പറഞ്ഞെടുത്തുള്ളൂ. ബാലൻസ് 2 ക്വസ്റ്റ്യൻ ആൻസർ എന്ത് ചെയ്യണം? നിങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. എന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം? കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരുന്ന് നമുക്ക് എന്ത് ചെയ്യാം? നല്ലതുപോലെ അത് പഠിച്ചെടുക്കാം. ഓക്കെ, 15 കഴിഞ്ഞ് നമ്മൾ ബാക്ക്വേർഡ് കൗണ്ടിങ് ട്രേസ് ചെയ്യാൻ പോവുകയാണ്. 15 കഴിഞ്ഞ് കൗണ്ട് ചെയ്തേ. ബാക്കിലോട്ടൊന്ന് കൗണ്ട് ചെയ്തേ. 15 കഴിഞ്ഞ് ബാക്കിലോട്ടൊന്ന് കൗണ്ട് ചെയ്തേ. 14, 13, 12. ഒന്നുകൂടെ ഒന്ന് കൗണ്ട് ചെയ്തേ. 14, 13, 12. ആൻസർ എത്രയാണ് അവിടെ കിട്ടിയത്? 12. എല്ലാവർക്കും അറിയാമല്ലേ? എല്ലാവരും ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണല്ലേ? എല്ലാവർക്കും അറിയാമല്ലേ? ഓക്കെ, ഈ 12 കഴിഞ്ഞ് നമുക്ക് ബാക്ക്വേർഡ് വീണ്ടും ഒന്ന് കൗണ്ട് ചെയ്യാം. 12 കഴിഞ്ഞ് നമുക്ക് ബാക്ക്വേർഡ് വീണ്ടും ഒന്ന് കൗണ്ട് ചെയ്യാം. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചേ. 12 കഴിഞ്ഞ് ബാക്ക്വേർഡ് കൗണ്ട് ചെയ്യും. 11, 10, 9. ഒന്നുകൂടെ പറഞ്ഞേ. 11, 10, 9. ഓക്കെ, ഇവിടുത്തെ ആൻസർ ഏതാണ് മക്കളെന്ന് പറഞ്ഞേ? 9. ഓക്കെ, ഇനി 9 കഴിഞ്ഞ് വീണ്ടും ഒന്ന് ബാക്ക്വേർഡ് കൗണ്ട് ചെയ്തേ. 9 കഴിഞ്ഞ് കൗണ്ട് ചെയ്തേ. 8, 7, 6. ഒന്നുകൂടെ ഒന്ന് കൗണ്ട് ചെയ്തേ. 8, 7, 6. ഓക്കെ, ഇവിടുത്തെ ആൻസർ എത്രയാ? 6. അടുത്തത് വീണ്ടും ഒന്ന് കൗണ്ട് ചെയ്തേ. 6 കഴിഞ്ഞ് വീണ്ടും കൗണ്ട് ചെയ്തേ. 5. ഓക്കെ, 5, 4, 3. ഒന്നുകൂടെ പറഞ്ഞേ. 5, 4, 3. അടുത്ത ആൻസർ എത്ര? ആൻസർ ഒന്ന് പറഞ്ഞേ. 3. ആൻസർ പറഞ്ഞേക്കാ 3. 3 കഴിഞ്ഞ് നമുക്ക് വീണ്ടും ഒന്ന് കൗണ്ട് ചെയ്യാം. ഒന്നുകൂടെ ഫിംഗേഴ്സ് എടുത്തേ. ഓക്കെ, പിന്നെ 2, 1, 0. 2, 1, 0. അതായത് ആൻസർ എത്രയാ? 0 അല്ലേ? അതെല്ലാവർക്കും മനസ്സിലായത്? എല്ലാവർക്കും മനസ്സിലായില്ലേ? ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത 2 ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്. അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? ചെയ്തിട്ട് ടീച്ചർക്ക് ടെക്സ്റ്റിൽ ബുക്കിൽ ചെയ്തിട്ട് ടീച്ചർക്ക് ഇട്ട് തരണം കേട്ടോ. എല്ലാവരും ശ്രദ്ധിച്ച് ഏതാ നോക്കിയിട്ട് ടീച്ചർ ഇപ്പോൾ പഠിപ്പിച്ചത് ഫസ്റ്റ് ആണ്. ഇനി 2 എണ്ണം ഉണ്ട്. 2 എണ്ണം കൂടെ എന്ത് ചെയ്യണം? നിങ്ങൾ തനിയെ ചെയ്തിട്ട് ടീച്ചർക്ക് ഇട്ട് തരണം. ഓക്കെ, നമുക്ക് ഇത്രയും പഠിച്ചതിന് ശേഷം ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇതെല്ലാവരും എന്ത് ചെയ്യണം? ഇന്ന് ഇരുന്ന് എല്ലാം നല്ല വൃത്തിയായിട്ട് എഴുതി പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ടീച്ചറുടെ ഫോണിലോട്ട് ഇട്ട് തരണം. ഓക്കെ 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 ഇനി നമുക്ക് കുറച്ച് GK പഠിക്കാം അല്ലേ? എല്ലാവരും GK ടെക്സ്റ്റ് എടുത്തേ. GK ടെക്സ്റ്റ് എടുത്തിട്ട് പേജ് നമ്പർ 219. GK ടെക്സ്റ്റ് പേജ് നമ്പർ 219. ഫസ്റ്റ് ലെസൺ എടുത്തേ. എല്ലാവരും ഫസ്റ്റ് ലെസൺ എടുത്തേ. GK ടെക്സ്റ്റ് 219 എടുത്തോ? എല്ലാവരും എടുത്തോ? ഓക്കെ, നമുക്കിനി കുറച്ച് GK പഠിക്കാം. പഠിക്കാൻ പോകുന്നത് സയന്റിസ്റ്റ് ആൻഡ് ദെയർ ഏരിയ ഓഫ് സ്റ്റഡി. ശാസ്ത്രജ്ഞരും അവരുടെ പഠന മേഖലയെ കുറിച്ചാണ് ഇത് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, fill in the blanks with the correct options. ഇവിടെ ബോക്സിൽ കുറെ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതെടുത്ത് എന്ത് ചെയ്യണം? ഇവിടെ കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസിന്റെ അടുത്ത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? ആൻസർ ചെയ്യണം.
എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. നമുക്ക് എന്ത് ചെയ്യാം? ജികെ പഠിക്കാം. സ്റ്റഡി ഓഫ് സെൽസ്. സ്റ്റഡി ഓഫ് സെൽസ് എന്താണെന്നറിയാവോ? സെൽസ് എന്താണെന്നറിയാവോ? ആ കോശങ്ങൾ. എന്താണ് ഫസ്റ്റിലെ പഠിക്കാൻ പോകുന്നത്? കോശങ്ങളെ കുറിച്ചുള്ള ഒരു പഠനമുണ്ട്. സ്റ്റഡി ഓഫ് സെൽസ്. കോശങ്ങളെ കുറിച്ചുള്ള ഒരു പഠനമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റിന്റെ എന്താണ്? ഫസ്റ്റിൽ നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? സ്റ്റഡി ഓഫ് സെൽസ്. കോശങ്ങളെ കുറിച്ചുള്ള പഠനം. കോശങ്ങളെ കുറിച്ചുള്ള പഠനത്തെ പറയുന്നതാണ് സൈറ്റോളജി. കോശങ്ങളെ കുറിച്ചുള്ള പഠനത്തെ പറയുന്നത് എന്താണ്? സൈറ്റോളജി. കോശങ്ങളെ കുറിച്ചുള്ള പഠനത്തെ പറയുന്നത് എന്താണ്? സൈറ്റോളജി. എല്ലാവരും ജികെ എടുക്കുക. ലെസൺ 1 എന്ന് എഴുതുക. ഫസ്റ്റത്തെ ജികെ നോട്ട്ബുക്ക് എടുക്കുക. ലെസൺ 1 എന്ന് എഴുതുക. ഫസ്റ്റിലെ ക്വസ്റ്റ്യൻ എഴുതുക. ഓക്കെ. ദ സ്റ്റഡി ഓഫ് സെൽസ്. ദ സ്റ്റഡി ഓഫ് സെൽസ്. Study of cells. The study of cells. Study of cells. സെൽസിനെ കുറിച്ചുള്ള പഠനത്തെ, അതായത് കോശങ്ങളെ കുറിച്ചുള്ള പഠനത്തെ പറയുന്നത് എന്തുവെന്ന് മിസ്റ്റർ പറഞ്ഞു തന്നത്? സൈറ്റോളജി. കോശങ്ങളെ കുറിച്ചുള്ള പഠനത്തെ പറയുന്നത് എന്താണ്? സൈറ്റോളജി. സൈറ്റോളജിയുടെ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞേ. CYTOLOGY. സൈറ്റോളജി. സൈറ്റോളജിയുടെ സ്പെല്ലിംഗ് എന്താ? CYTOLOGY. സൈറ്റോളജി. രണ്ടാമത്തെ പഠിക്കാം. The study of insects. The study of insects. Insects എന്താണെന്നറിയാമോ? insects എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രാണികൾ. പ്രാണികളെ കുറിച്ചുള്ള പഠനം എന്താണ്? എന്റമോളജി. പ്രാണികളെ കുറിച്ചുള്ള പഠനത്തെ നമ്മൾ എന്ത് പറയുന്നത്? എന്റമോളജി. പ്രാണികളെ കുറിച്ചുള്ള പഠനത്തെ എന്താ മക്കളെ പറയുന്നത്? എല്ലാവരും പറഞ്ഞേ. പ്രാണി. സ്റ്റഡി ഓഫ് ഇൻസെക്ട്സ്. ദ സ്റ്റഡി ഓഫ് ഇൻസെക്ട്സ്. എന്റമോളജി. ദ സ്റ്റഡി ഓഫ് ഇൻസെക്ട്സ് എന്ന് പറഞ്ഞേ. എല്ലാവരും ഒന്ന് പറഞ്ഞേ. എന്റമോളജി എന്ന് എഴുതി. എല്ലാവരും the study of insects. INSECTS. അതായത് പ്രാണികളെ കുറിച്ചുള്ള പഠനം. പ്രാണികളെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്നത് എന്താ? എന്റമോളജി. എന്റമോളജി എന്താണ്? പ്രാണികളെ കുറിച്ചുള്ള പഠനത്തിന് എന്താ പറയുന്നത്? എന്റമോളജി. പഠനത്തിൽ പറയുന്നതാണ് എന്റമോളജി. എന്റമോളജി എന്നാണ് പ്രാണികളെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്നത്. എന്റമോളജിയുടെ സ്പെല്ലിംഗ് എന്തൊക്കെയാണ്? ENTOMOLOGY. എന്ന് പറഞ്ഞേ. നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് the study of earth. The study of earth. നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് എന്താണ്? സ്റ്റഡി ഓഫ് എർത്ത്. എർത്ത് എന്താണ്? ഭൂമി. ഇനി നമുക്ക് ഭൂമി. എർത്ത് എന്താണ്? ഭൂമി. ഇനി പഠിക്കാൻ പോകുന്നത് സ്റ്റഡി ഓഫ് എർത്ത്. എർത്ത് എന്താണ്? ഭൂമി. ഭൂമിയെ കുറിച്ചുള്ള പഠനമാണ്. ഭൂമിയെ കുറിച്ചുള്ള പഠനത്തിൽ പറയുന്നത് എന്താണെന്ന് അറിയാവോ? ജിയോളജി. ഭൂമിയെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്നത് എന്താണ്? ജിയോളജി. The study of earth.
study of earth, EARTH, earth. ഇത് പറയുന്നത് എന്താണ്? ജിയോളജി. The study of earth. ഭൂമിയെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്നത് എന്താണ്? ജിയോളജി. ജിയോളജിയുടെ സ്പെല്ലിംഗ് പറഞ്ഞേ. GEOLOGY. GEOLOGY. എന്ന് പറഞ്ഞേ. GEOLOGY. The study of earth. ഭൂമിയെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്നതാണ് ജിയോളജി. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് the study of stars and planets. The study of stars and stars. Stars and planet. Planet spelling പറഞ്ഞേ. PLANETS. Planet. The study of stars and planets. The study of stars and planets. Planets. Study of stars and planets. Study of stars and planets എന്ന് വെച്ചാൽ എന്താ? നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് study of stars and planets. എന്തെന്നാ പറയുന്നത്? സ്റ്റഡി ഓഫ് സ്റ്റാർസ് ആൻഡ് പ്ലാനറ്റ്സിന് എന്തെന്നാ പറയുന്നത്? ഒന്ന് പറഞ്ഞേ. ആസ്ട്രോണമി. എന്താണ്? ആസ്ട്രോണമി. ആസ്ട്രോണമി എന്താണ്? എന്താ? ആസ്ട്രോണമി എന്നാണ് പറയുന്നത്. ആസ്ട്രോണമി. ആസ്ട്രോണമി എന്നാണ് പറയുന്നത്. ആസ്ട്രോണമി. ആസ്ട്രോണമിയുടെ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞേ. ആസ്ട്രോണമി. ASTRONOMY. ആസ്ട്രോണമി. അതായത് the study of stars and planets. അതായത് ഗ്രഹങ്ങളെയും സ്റ്റാർസിനെയും നക്ഷത്രങ്ങളെയും കുറിച്ചുള്ള ഒരു പഠനമാണ് ആസ്ട്രോണമി. ആസ്ട്രോണമി എന്താണ്? the study of stars and planets. നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് ആസ്ട്രോണമി. 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ 5 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നുള്ളൂ. ബാക്കി 5 ക്വസ്റ്റ്യൻസ് ആൻസർ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ടീച്ചർ ഈ 5ാമത്തെ ആൻസറുള്ള പറഞ്ഞിട്ട് നിർത്തുക. ടീച്ചർ 5ാമത്തെ ആൻസറൂടെ പഠിപ്പിക്കുന്നുള്ളൂ. നിങ്ങൾ കുറച്ച് അത് നല്ലതുപോലെ ടീച്ചർ തരുന്നത് കുറച്ചുണ്ടെങ്കിൽ അതിൻ്റെ നല്ല വൃത്തിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ടീച്ചർക്ക് 5 വെച്ച് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യണം? നല്ലതുപോലെ അത് എഴുതി പഠിക്കും. ടീച്ചർ അടുത്തത് പഠിപ്പിക്കാൻ പോകുന്നത് സ്റ്റഡി ഓഫ് വൈറസ്. നമ്മുടെ ചുറ്റും നമുക്കിപ്പോൾ ഏറ്റവും പ്രശ്നമായി നിൽക്കുന്ന ഒരു വൈറസ് ഏതാണ്? കൊറോണ വൈറസ് അല്ലേ? നമുക്ക് ഏറ്റവും ഇതായിട്ട് നിൽക്കുന്ന വൈറസ് ഏതാണ്? നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന വൈറസ് ഏതാണ്? കൊറോണ വൈറസ്. അങ്ങനെ കൊറോണ പോലുള്ള വൈറസുകളെ കുറിച്ചുള്ള പഠനമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കൊറോണ പോലുള്ള വൈറസുകളെ കുറിച്ചുള്ള പഠനത്തിന് നമ്മൾ പറയുകയാണ് വൈറോളജി. എന്താണ്? കൊറോണ പോലുള്ള വൈറസുകളെ കുറിച്ചുള്ള പഠനത്തിന് നമ്മൾ പറയുന്നത് എന്താണ്? വൈറോളജി. എന്താണ്? വൈറോളജി. The study of virus. The study of virus. വൈറസുകളെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്നത് എന്താണ്? The study of virus. വൈറസുകളെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്നത് എന്താണ്? വൈറോളജി. വൈറോളജിയുടെ സ്പെല്ലിംഗ് അറിയാമോ? പറഞ്ഞേ. VIROLOGY. 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 വൈറോളജിയുടെ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞേ. VIROLOGY. നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചത്? സ്റ്റഡി ഓഫ് സെൽസ്. കോശങ്ങളെ കുറിച്ചുള്ള പഠനമാണ് പഠിച്ചത്. ഫസ്റ്റിലെ കോശങ്ങളെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്നത് എന്താണ്? സൈറ്റോളജി. അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത് പഠിച്ചത് എന്താണ്?
ദ സ്റ്റഡി ഓഫ് ഇൻസെക്ട്സ്. ഇൻസെക്ട്സിനെ കുറിച്ച്, പ്രാണികളെ കുറിച്ചുള്ള പഠനത്തെ എന്താണ് നമ്മൾ പറയുന്നത്? എൻഡമോളജി. പ്രാണികളെ കുറിച്ചുള്ള പഠനത്തെ നമ്മൾ പറയുന്നത് എന്താണ്? എൻഡമോളജി. അത് നമ്മൾ പഠിച്ചത് ഏതാണ്? ദ സ്റ്റഡി ഓഫ് എർത്ത്. അത് നമ്മൾ ഏതാണ് പഠിച്ചത്? ദ സ്റ്റഡി ഓഫ് എർത്ത്. ഭൂമിയെ കുറിച്ചുള്ള പഠനം. ഭൂമിയെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്നത് എന്താണ്? ജിയോളജി. ഭൂമിയെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്നത് എന്താണ്? ജിയോളജി. ഭൂമിയെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്നത് എന്താണ്? ജിയോളജി. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്റ്റഡി ഓഫ് സ്റ്റാർസ് ആൻഡ് പ്ലാനറ്റ്സ്. ദ സ്റ്റഡി ഓഫ് സ്റ്റാർസ് ആൻഡ് പ്ലാനറ്റ്സ്. സ്റ്റാർസിനെ, അതായത് നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും കുറിച്ചുള്ള പഠനത്തിന് പറഞ്ഞത് എന്താണ്? ആസ്ട്രോണമി. നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും കുറിച്ചുള്ള, അതായത് സ്റ്റഡി ഓഫ് സ്റ്റാർസ് ആൻഡ് പ്ലാനറ്റ്സ്, അതായത് നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും കുറിച്ചുള്ള പഠനത്തിന് നമ്മൾ പഠിച്ചതാണ് ആസ്ട്രോണമി. ഓക്കെ. അത് നമ്മൾ ലാസ്റ്റ് പഠിച്ചത് എന്താണ്? ദ സ്റ്റഡി ഓഫ് വൈറസ്. പഠിച്ചത് എന്താണ്? ദ സ്റ്റഡി ഓഫ് വൈറസ്. വൈറസിനെ കുറിച്ചുള്ള പഠനമാണ്. വൈറസിനെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്നത് എന്താണ്? വൈറോളജി. വൈറസിനെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്നത് എന്താണ്? ദ സ്റ്റഡി ഓഫ് വൈറസ്. വൈറോളജി. ദ സ്റ്റഡി ഓഫ് വൈറസ്. വൈറോളജി. 5 പഠിപ്പിച്ചിട്ടുണ്ട്. ആ 5 കറക്റ്റായിട്ട് ടെക്സ്റ്റിൽ ആൻസർ ചെയ്ത് നോട്ട്ബുക്കിൽ ഓരോന്നും എടുത്ത് എഴുതിയതിനു ശേഷം 5 times എഴുതി പഠിക്കുക. എഴുതി പഠിച്ചിട്ട് ടീച്ചർക്ക് ഫോണിൽ ഇട്ട് തരും. എന്തൊക്കെ ചെയ്യണം? ടെക്സ്റ്റിൽ ഫില്ല് ചെയ്യുക, നോട്ട്ബുക്കിൽ ക്വസ്റ്റ്യൻ ആൻസർ എഴുതുക. അതിനുശേഷം ഓരോന്ന് വർക്ക് ബുക്കിൽ എന്ത് ചെയ്യണം? 5 times എഴുതി പഠിക്കുക. എഴുതി പഠിച്ചതിന് ശേഷം ടീച്ചർക്ക് ഇട്ട് തരിക. 5 നല്ല വൃത്തിയായിട്ട് എല്ലാവരും പഠിക്കണം. ടീച്ചർ വിളിക്കുമ്പോൾ അതെന്ത് ചെയ്യണം? ടീച്ചർക്ക് നല്ലതുപോലെ പറഞ്ഞു കേൾപ്പിച്ച് തരണം. ഓക്കെ. എല്ലാവർക്കും ചീറ്റി പഠിച്ചത് മനസ്സിലായോ? ഓക്കെ. താങ്ക് യു. ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു? അപ്പോൾ ഫൈൻ. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും എന്നെ നല്ലപോലെ അറിയാം അല്ലേ? എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇനി മുതൽ 2nd സ്റ്റാൻഡേർഡിനെ മലയാളം ക്ലാസ് ടീച്ചർ ഞാനായിരിക്കും കേട്ടോ. മലയാളത്തിൻ്റെ ക്ലാസ് ടീച്ചർ ഞാനായിരിക്കും. ഓക്കെ. അപ്പോൾ എല്ലാവരും മലയാളത്തിൻ്റെ ടെക്സ്റ്റ് എടുക്കാം. അപ്പോൾ എല്ലാവർക്കും ടെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടല്ലോ. ഇതാണ് നമ്മുടെ മലയാളത്തിൻ്റെ ടെക്സ്റ്റ് അല്ലേ? കണ്ടല്ലോ. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥന എന്ന ഗാനമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഗൂഗിൾ മീറ്റിലായാലും അല്ലെങ്കിൽ സ്കൂളിലായാലും അസംബ്ലിയിലായാലും നമ്മൾ പാടിയിരുന്നൊരു പാട്ടുണ്ട് അല്ലേ? ഏതാ പാട്ട്? എല്ലാവർക്കും അറിയാം അല്ലേ ആ പാട്ട്? അപ്പോൾ ആ പാട്ട്, അപ്പോൾ ഇന്ന് നമ്മൾ അതുപോലെ വേറൊരു പാട്ടാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഒരു പ്രാർത്ഥന ഗാനമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതെല്ലാവരും കാണാതെ പഠിച്ചിരിക്കണം ഈ പാട്ട്. എപ്പോൾ ചോദിച്ചാലും പ്രാർത്ഥനാ ഗാനമാണ്, അപ്പോൾ കാണാതെ എന്തായാലും പഠിക്കണം. ഓക്കെ. അപ്പോൾ ഇത് ടീച്ചർ ട്യൂണാക്കിയിട്ടുണ്ട്. അപ്പോൾ ട്യൂണാക്കിയിട്ട് പാടിത്തരാം. അപ്പോൾ ഇത് ട്യൂണാക്കിയിട്ട് പാടുന്നത് ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം നിങ്ങൾ ഇത് നോക്കിയായാലും നോക്കാതെ ആയാലും ട്യൂണിട്ട് ടീച്ചറിന് പാടിത്തരുന്ന വീഡിയോ അയച്ചു തരണം. ട്യൂണ് നോക്കിയോ നോക്കാതെയോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് നോക്കാതെ പാടുവാണ്, നോക്കാതെ കാണാതെ പഠിച്ച് പാടുകയാണെങ്കിൽ നമ്മൾ കൈയൊക്കെ കൂപ്പി അല്ലേ ഭക്തിയോടെ പാടാനായിട്ട് നമുക്ക് പറ്റും. നോക്കി പാടുകയാണെങ്കിൽ ടെക്സ്റ്റ് മുന്നിൽ പിടിക്കണം അല്ലേ? ടെക്സ്റ്റ് മുന്നിൽ പിടിച്ച് നമുക്ക് പാടാൻ പറ്റും. അല്ലെങ്കിൽ ടെക്സ്റ്റ് എവിടെയെങ്കിലും വെച്ചതിന് ശേഷം കൈയൊക്കെ കൂപ്പി പിടിച്ച് നിങ്ങൾക്ക് പാടാം. ഓക്കെ. അപ്പോൾ ടീച്ചർ ട്യൂണൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾ ട്യൂണിലുണ്ട്, ടീച്ചർ തന്നെ ട്യൂൺ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ടീച്ചർ പാടിത്തരാം. അപ്പോൾ ആദ്യം ശ്രദ്ധിക്കാം, എന്നിട്ട് നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ പ്രാർത്ഥന നമ്മൾ എങ്ങനെയാണ് കൈക്ക് കൂപ്പി പിടിച്ചാലോ പാടുന്നത് ആണ്. അപ്പോൾ നോക്കിക്കോ എല്ലാവരും. എന്താണ് ഫസ്റ്റ് ചാപ്റ്റർ? പാഠം 1 പ്രാർത്ഥന. പാഠം 1 പ്രാർത്ഥന. ഇപ്പോൾ നിങ്ങളുടെ ബുക്കിൽ, നിങ്ങളുടെ 2 ലൈൻ ബുക്കിൽ പാഠം 1 പ്രാർത്ഥന എന്നതിന് ശേഷം തരുന്ന എന്താണ് നമ്മുടെ അർത്ഥങ്ങൾ എഴുതിയെടുക്കുക. ടെക്സ്റ്റിൻ്റെ 2nd പേജിൽ 4th പേജിൽ അതിൻ്റെ പുതിയ പദങ്ങൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് ഫുള്ളായിട്ട് നിങ്ങൾ ബുക്കിൽ എഴുതുക. ഭംഗിയായിട്ടാണ് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ. ഫസ്റ്റ് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയോട് കൂടി തന്നെ നമുക്ക് നമ്മുടെ മലയാളം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ ആണോ? അപ്പോൾ നോക്കിയേ, ടീച്ചർ പാടാം. അപ്പോൾ എങ്ങും നിറയും വെളിച്ചമേ ഈ മനസ്സ് കുടിയിരിക്കണമേ, എൻ്റെ പാദമിടരാതിരിക്കുവാൻ ഇന്നും നിങ്ങൾ കൃപ ചൊരിയണമേ. പൂവിനുള്ളിലെ സൗരഭം നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, പുൽ
നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും നല്ല ഭാഷയായി നാവിൻ്റെ തുമ്പിലും നല്ല ചിരിയായി പിഞ്ചു കയ്യിലും നന്മയായി നീ നിറഞ്ഞരുളിടണേ. കേട്ടോ? കേട്ടല്ലോ? നിങ്ങളുടെ പഠിത്തല്ലേ? ഫസ്റ്റ് ഇത് ട്യൂണൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കാം. അതിനുശേഷം നമുക്ക് കൂടെ തന്നെ പാടാം. ഓക്കെ? കൂടെ തന്നെ പാടാൻ ശ്രമിക്കുക. ഓക്കെ? ഇപ്പൊ പാടാൻ അറിയാത്തവർ കാണും, അറിയുന്നവർ കാണും. എന്നാലും എന്താ, നമ്മൾ ശ്രമിക്കണം അല്ലേ? നമ്മൾ ബാത്റൂമിലൊക്കെ കയറി നമ്മൾ ചുമ്മാ മൂടി പാടും അല്ലെ? അതുപോലെ നമ്മൾ പാടിയാൽ മതി. അപ്പൊ എല്ലാവരും എന്തായാലും ട്യൂൺ ഉൾപ്പെടെ നല്ലതുപോലെ അയച്ചു തരാം. ഓക്കെ? ഓക്കെ ആണോ? ഓക്കെ, ഇപ്പൊ ഒന്നുകൂടെ നോക്കിക്കോ. എങ്ങും എങ്ങും നിറയും വെളിച്ചമേ എൻ മനസ്സിൽ കുടിയിരിക്കണമേ. എൻ്റെ പാദമിടറാതിരിക്കുവാൻ എന്നും ഇന്ന് കൃപ ചൊരിയണമേ. പൂവിനുള്ളിൽ സൗരഭം നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ. പുല്ലുമാടവും പൂമണി മേടയും തുല്യമായി കാണും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും നല്ല ഭാഷയായി നാവിൻ്റെ തുമ്പിലും നല്ല ചേരിയായി എൻ പിഞ്ചു കയ്യിലും നന്മയായി നീ നിറഞ്ഞരുളിടണേ. ഓക്കെ, ട്യൂൺ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ആണല്ലോ? അപ്പൊ നമുക്കിത് മീനിങ്സ് ഒക്കെ നോക്കാം. എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ദൈവത്തിന് പറയുകയാണ് അല്ലേ? നമ്മുടെ ആവശ്യങ്ങളൊക്കെ ദൈവത്തിന് പറയുകയാണ്. അതുപോലെ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചോദിക്കും അല്ലെ? മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും, നമ്മുടെ പേരൻസിന് വേണ്ടി പ്രാർത്ഥിക്കും അല്ലെ? നമ്മൾ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട് ആണല്ലോ? ആണ്. അപ്പൊ നമുക്ക് എന്താണ് ഈ പ്രാർത്ഥന എന്ന് നോക്കാം. ഫസ്റ്റ് എന്താണ്? എങ്ങും എങ്ങും നിറയും വെളിച്ചമേ എൻ മനസ്സിൽ കുടിയിരിക്കണമേ. എങ്ങും എങ്ങും, എങ്ങും അതിന്റെ മീനിങ് എന്താ കൊടുത്തിരിക്കുന്നത്? 4th പേജിൽ കൊടുത്തിട്ടുണ്ട്. നോക്കി, 4. എങ്ങും, എങ്ങും മീൻസ് എന്താ? എല്ലായിടവും. എങ്ങും എന്താണ് മീനിങ്? എല്ലായിടവും. കണ്ടോ? കണ്ടോ? എല്ലായിടവും. എങ്ങും എല്ലായിടവും. അപ്പൊ എങ്ങും എങ്ങും നിറയും വെളിച്ചമേ. എല്ലായിടവും, എല്ലായിടത്തും നിറയുന്ന വെളിച്ചമേ. നമ്മളിപ്പോ സൂര്യൻ ഉദിച്ചു വരുമ്പോ എല്ലാ ഭാഗത്തും വെളിച്ചം കാണും അല്ലേ? അപ്പൊ എന്താ? എങ്ങും എങ്ങും നിറയും വെളിച്ചമേ എൻ മനസ്സിൽ കുടിയിരിക്കണമേ. എങ്ങും എങ്ങും നിറയും വെളിച്ചമേ. വെളിച്ചം എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ്? നമ്മുടെ ആ ദൈവത്തിനെയാണ് വെളിച്ചം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങും എങ്ങും നിറയും വെളിച്ചമേ, എല്ലായിടവുമുള്ള വെളിച്ചമേ ദൈവമേ എൻ മനസ്സിൽ കുടിയിരിക്കണമേ. എൻ്റെ മനസ്സിൽ, എൻ മനസ്സിൽ, എൻ്റെ മനസ്സിൽ കുടിയിരിക്കണമേ. കുടിയിരിക്കുക എന്ന് വെച്ചാൽ എന്താ? നോക്കി, കുടിയിരിക്കുക. സെക്കൻഡ് പേജ്, ഫോർത്ത് പേജ് നോക്കി. കുടിയിരിക്കുക മീൻസ് താമസിക്കുക, വസിക്കുക. കുടിയിരിക്കുക എന്ന് പറഞ്ഞാൽ താമസിക്കുക, വസിക്കുക. അപ്പോൾ ഫസ്റ്റ് 2 ലൈൻ മീനിങ് എന്താ? എങ്ങും എങ്ങും നിറയും വെളിച്ചമേ എൻ മനസ്സിൽ കുടിയിരിക്കണമേ. എല്ലായിടവും നിറയുന്ന വെളിച്ചമേ എൻ്റെ മനസ്സിൽ താമസിക്കണമേ. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. എൻ്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നെ കൃപ ചൊരിയണമേ. എൻ്റെ പാദം ഇടറാതിരിക്കുവാൻ. പാദം, പാദം എന്ന് പറഞ്ഞാൽ എന്താ മീനിങ് നോക്കി. പാദം, കാല്. 3rd വൺ, പാദം, കാല്. കാല്, നമ്മുടെ കാലില്ലേ? കാല്. എൻ്റെ പാദം ഇടറാതിരിക്കുവാൻ. ഇടറുക, എന്താണ് ഇടറുക? തെറ്റുക. നമ്മളിപ്പോ സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങി വരുവാണ്. സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ കാല് തെറ്റി നമ്മൾ എന്താ? താഴെ വീഴും അല്ലേ? അതുപോലെ പാദം ഇടറുക എന്ന് പറഞ്ഞാൽ കാല് തെറ്റുക. എൻ്റെ പാദം ഇടറാതിരിക്കുവാൻ, എൻ്റെ പാദം ഇടറാതിരിക്കുവാൻ, എൻ്റെ കാല് തെറ്റാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. എല്ലായ്പ്പോഴും, എന്നും എന്നിൽ, എല്ലാ ദിവസവും എന്നിൽ കൃപ ചൊരിയണമേ. കൃപ, കൃപ എന്താ നോക്കി. 5, കൃപ ദയ. ദയ ഉണ്ടാകണമേ എന്നാ പറയുന്നത്. അപ്പൊ എന്താണ് 4 ലൈൻ്റെ മീനിങ് എന്താ? എങ്ങും എങ്ങും നിറയും വെളിച്ചമേ എൻ മനസ്സിൽ കുടിയിരിക്കണമേ. എല്ലായിടവും നിറയുന്ന വെളിച്ചമേ എൻ്റെ മനസ്സിൽ താമസിക്കണമേ. എൻ്റെ പാദം ഇടറാതി
പോവാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. എൻ്റെ കാല് എന്താ തെറ്റി പോവാതിരിക്കുവാൻ വേണ്ടി എൻ്റെ എന്നും എന്നിൽ എന്താ എല്ലാ ദിവസവും എന്നിൽ ദയ ഉണ്ടാകണമേ. ഓക്കെ, പോലെ മനസ്സിലായോ? അപ്പൊ എന്താ നോക്കി വായിച്ചേ. എങ്ങുമിങ്ങും നിറയും വെളിച്ചമേ മനസ്സിൽ കുടിയിരിക്കണമേ. എന്റെ പാദമിടരാതിരിക്കുവാൻ എന്നുമിങ്ങ് കൃപ ചൊരിയണമേ. ഓക്കെ, പോലെ മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് പോലെ നോക്കാം. നോക്കിയേ. പൂവിനുള്ളിലെ സൗരഭം നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ. പൂവിനുള്ളിലെ സൗരഭം നീയല്ലോ. പൂവിനുള്ളിൽ അല്ലെ, നമ്മുടെ പൂവിനുള്ളിൽ ഉള്ളത് പറഞ്ഞാൽ പൂവിനകത്തെ, പൂവിനുള്ളിലെ സൗരഭം. എന്താ സൗരഭം? 6th 1 പുതിയ പദത്തിൽ 6th 1 സൗരഭം, സുഗന്ധം. എന്താണ് സുഗന്ധം? അപ്പൊ എന്താണ്? പൂവിനുള്ളിലെ സൗരഭം നീയല്ലോ, പൂവിനുള്ളിലെ സുഗന്ധം നീയല്ലോ. നീ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവത്തിനോട് പറയാണ്, പൂവിനുള്ളിലെ സുഗന്ധം നീയാണ്. പിന്നെ പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ. നമ്മുടെ പുസ്തകം, നമ്മൾ എന്താണ് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് എന്തിൽ നിന്നാണ്? പുസ്തകത്തിൽ നിന്നാണ് അല്ലെ. നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഒരു കാര്യം പഠിച്ചു അല്ലെ, ഓരോന്ന് പഠിച്ചു. സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. നമ്മൾ വായിക്കുന്ന എന്താണെന്ന് നോക്കിയാണ്? പുസ്തകം. ആ പുസ്തകത്തിൽ നിന്നുമാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? ജ്ഞാനം ലഭിക്കുന്നത് അല്ലെ. അപ്പൊ ജ്ഞാനം എന്ന് വെച്ചാൽ എന്താ മീനിങ് നോക്കി. 7th 1 ജ്ഞാനം മീൻസ് അറിവ്. അപ്പൊ പുസ്തകം തരും അറിവും നീയല്ലോ. നീ എന്ന് പറയുന്നത് ദൈവം അല്ലെ. അപ്പൊ എന്താ? പൂവിനുള്ളിലെ സൗരഭം നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ. അപ്പൊ ദൈവം എന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ട് അല്ലെ. നമ്മുടെ തൊട്ടരികിലുണ്ട്, ഓരോ പുല്ലിലും പുൽക്കൊടിയിലും ഉണ്ട് എന്ന് പറയുന്നത് അല്ലെ. എല്ലായിടത്തും എന്തുണ്ട്? ദൈവമുണ്ട്. അപ്പൊ എന്താ പറഞ്ഞ? പൂവിനുള്ളിലെ സൗരഭം നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ. പൂവിനുള്ളിലെ ആ മണവും അല്ലെ, സുഗന്ധവും നീയാണ്. പുസ്തകം തരുന്ന അറിവും നീയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ പുസ്തകം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്താണ്? പൊന്നുപോലെ നമ്മൾ സൂക്ഷിക്കണം എന്നാ പറയുന്നത് അല്ലെ. പുസ്തകം എന്ന് പറയുന്നത് എന്താണ്? ജ്ഞാനമാണ്, അറിവാണ്. അപ്പൊ അറിവിന് നമ്മൾ വെറുതെ തറയിലിട്ട് ചവിട്ടുകയോ ഒന്നും ചെയ്യില്ല അല്ലെ. അപ്പോ പൂവിനുള്ളിലെ സൗരഭം നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ. പിന്നെന്താ? പുല്ലുമാടവും പൂമണി മേടിയും തുല്യമായി കാണും ശക്തിയും നീയല്ലോ. പുല്ലുമാടം. എന്താണ് പുല്ലുമാടം എന്ന് പറയുന്നത്? നോക്കി. 8th 1 പുല്ലുമാടം, പുല്ലുമേഞ്ഞ വീട്. കണ്ടിട്ടില്ലേ? പുല്ലുമേഞ്ഞ, പണ്ട് കാലങ്ങളിൽ വീടുകളൊക്കെ ഓലമേഞ്ഞ വീടുണ്ട്, പുല്ലുമേഞ്ഞ വീടുണ്ട്. നമ്മള് ഹൗസിനെ കുറിച്ചൊക്കെ പഠിച്ചപ്പോൾ പലതരത്തിലുള്ള ഹൗസസ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോ എന്താണ്? പുല്ലുമാടവും പൂമണിമേടയും. പൂമണിമേടയും എന്ന് പറഞ്ഞാൽ എന്താ? പൂമണിമേട മാളിക, വലിയ വീട്, വലിയ ബംഗ്ലാവ്, വലിയ ഫ്ലാറ്റ്സ് അല്ലേ. അതുപോലെ വലിയ വീടുകൾ. അതല്ല പുല്ലുമാടം നല്ല കുഞ്ഞു വീടുകളാണ്. പൂമണിമേട എന്ന് പറഞ്ഞാൽ എന്താ? വലിയ കൊട്ടാരങ്ങൾ. എന്താ? തുല്യമായി കാണും ശക്തിയും നീയല്ലോ. എന്താ? പുല്ലുമാടവും പൂമണിമേടയും എന്ന് പറഞ്ഞാൽ പുല്ലുമാടത്തിൽ താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യരും, അതുപോലെ നല്ല കാശും അല്ലെ പൂമണി മേടകളിൽ താമസിക്കുന്ന വലിയ ആൾക്കാരും എന്താ? തുല്യമാണ് ആണല്ലേ. എല്ലാവരും മനുഷ്യരാണ് ആണല്ലോ. ആണപ്പോ പുല്ലുമാടവും കുഞ്ഞു വീടുകളിൽ താമസിക്കുന്ന മനുഷ്യർ മുതൽ വലിയ വീടുകളിൽ താമസിക്കുന്ന ആ മനുഷ്യർ വരെ ഒരു വിവേചനവും ഇല്ലാതെ എല്ലാവരും തുല്യമാണ് എന്ന് കരുതുന്ന ശക്തിയും നീയല്ലോ. മനസ്സിലായോ? ഓക്കെ, അപ്പൊ എന്താ പോലെ? പൂവിനുള്ളിലെ എന്താണ്? സൗരഭം നീയല്ലോ. പൂവിനുള്ളിലെ സുഗന്ധം നീയാണ്. പുസ്തകം തരുന്ന ജ്ഞാനം, പുസ്തകം തരുന്ന അറിവ് നീയാണ്. പുല്ലുമാടവും പൂമണിമേടയും അല്ലെ, പുല്ലുകൊണ്ട് മേഞ്ഞ വീടും വലിയ മാളികകളും എല്ലാം തുല്യമായി കാണുന്ന ശക്തിയും നീയാണ്. ഓക്കെ, ഇപ്പൊ അത്ര മനസ്സിലായോ? ഇപ്പൊ പോലെ നോക്കി. പൂവിനുള്ളിലെ സൗരഭം നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ. പുല്ലുമാടവും പൂമണിമേടയും തുല്യമായി
നല്ല ഭാഷയായി നാവിൻ്റെ തുമ്പിലും നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും. അല്ലെ, നല്ല കാര്യങ്ങൾ ചിന്തിക്കുവാനുള്ള ശക്തി. അല്ലെ, നല്ല കാര്യങ്ങൾ ചിന്തിക്കുവാൻ. ഇപ്പോൾ നമ്മളോട് ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകേണ്ടത് ഏത് വഴിയാണെന്ന് പറയുമ്പോൾ എനിക്കറിയാം പക്ഷെ ഞാൻ പറഞ്ഞു തരില്ല എന്ന് നമ്മൾ പറയുമോ? ഇല്ല, നമ്മൾ കറക്റ്റുള്ള വഴി പറഞ്ഞു കൊടുക്കും. അല്ലേ, നമ്മൾ കൂട്ടുകാരായിട്ട് എനിക്കൊരു പേന തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല തരത്തില്ല എന്ന് നമ്മൾ പറയുമോ? ഇല്ല. അല്ലേ, ഇപ്പൊ എന്താ, നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിൽ നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് എൻ്റെ മനസ്സിൽ ശക്തി തരണമേ. നല്ല ഭാഷയായി നാവിൻ്റെ തുമ്പിലും. ഇതുപോലെ എന്താ, നമ്മൾ പേന തരുമോ അല്ലെങ്കിൽ പെൻസിൽ തരുമോ എന്ന് ചോദിക്കുമ്പോൾ ആ തരാം എന്നാണ് നമ്മൾ പറയുന്നത്. അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമ്മൾ ഇല്ല കേട്ടോ, ഇല്ല സോറി എന്ന് നമ്മൾ പറയണം. അല്ലേ, ഇല്ല സോറി എന്ന് നമ്മൾ പറയണം. അല്ലേ, അല്ലാണ്ട് ഇല്ല എൻ്റെ ഉണ്ട് പക്ഷെ ഞാൻ തരത്തില്ല എന്ന് നമ്മൾ പറയുമോ? ഇല്ല. അതാ പറയാം, നല്ല ഭാഷയായി നാവിൻ്റെ തുമ്പിൽ. നമ്മൾ അവരെ വഴക്ക് പറയാതെ, അല്ലേ, എൻ്റെ കയ്യിലുണ്ട് പക്ഷെ ഞാൻ തരില്ല എന്നവരെ വഴക്ക് പറയാതെ അവരുടെ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കാനുള്ള ശക്തി എനിക്ക് തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അല്ലെ, നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും നല്ല കാര്യങ്ങൾ ചിന്തിക്കുവാനുള്ള ശക്തി തരണമേ. നല്ല ഭാഷ എൻ്റെ നാവിൽ നിന്ന് തുമ്പിൽ നിന്ന് വരണമേ. അല്ലേ, പിന്നെന്താ, നല്ല ചെയ്തിയായ എൻ്റെ പിഞ്ചു കയ്യിലും. നല്ല ചെയ്തികൾ, നല്ല പ്രവൃത്തികൾ ചെയ്യാനായിട്ട് എൻ്റെ പിഞ്ചു കയ്യിലും. എന്താ, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുക, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കണം. അല്ലെ, മറ്റുള്ളവരെ എന്താ, ഹെൽപ്പ് ചെയ്യണം. അല്ലയോ? ആണ്. അതുപോലെ നല്ല ചെയ്തിയായി എൻ്റെ പിഞ്ചു കൈയിലും. എൻ്റെ പിഞ്ചു കൈ കൊണ്ട് മറ്റൊരാൾക്ക് നല്ല പ്രവൃത്തി ചെയ്യാനുള്ള ശക്തി എനിക്ക് തരണം. എന്താ, നന്മയായി നീ നിറഞ്ഞരുളിയിടണേ. നന്മയായിട്ട് നീ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള, അല്ലെ, മറ്റുള്ളവരെ സഹായിക്കാനുള്ള നന്മയായി എൻ്റെ മനസ്സിൽ നീ നിറഞ്ഞരുളിയിടണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലായി പ്രാർത്ഥന എന്താണെന്ന്? ആ ലാസ്റ്റ് പോലെ മനസ്സിലായോ? എന്താ, നല്ല ബുദ്ധിയായ എൻ്റെ മനസ്സിൽ നല്ല കാര്യങ്ങൾ ചിന്തിക്കുവാനുള്ള ശേഷി തരണമേ. നല്ല ഭാഷ, നല്ലതുപോലെ വർത്തമാനം പറയാം. മറ്റുള്ളവർക്ക് എന്താണ് നമ്മൾ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാവാത്ത വിധം, അവർക്ക് വിഷമം ഉണ്ടാവാത്ത വിധം നമുക്ക് സംസാരിക്കാനുള്ള ശക്തി തരണമേ. നല്ല പ്രവൃത്തികൾ ചെയ്യാനായിട്ട് എൻ്റെ പിഞ്ചു കൈകൾക്ക് സാധിക്കണമേ. എന്താണ്, നന്മയായി എൻ്റെ ഉള്ളിൽ നീ വസിക്കണമേ എന്നൊക്കെയാണ് എന്താ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ ആ പ്രാർത്ഥന എങ്കിലും മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ എന്നാ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് വേണ്ട ആവശ്യങ്ങൾ, എനിക്ക് സൈക്കിള് തരണേ, എനിക്ക് സൈക്കിൾ വാങ്ങിച്ചു തരണേ ഈശ്വര എന്ന് നമ്മൾ പ്രാർത്ഥിക്കല്ലേ. ബുക്ക് നമുക്ക് ബുക്ക് വാങ്ങിച്ചു തരണേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും. അല്ലേ, പിന്നെന്താ, എൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ നല്ല സുഖം കൊടുക്കണമേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും. അല്ലെ, അപ്പൊ നമ്മൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കണ്ടേ? മറ്റൊരാൾക്ക് വിഷമം വരാതിരിക്കുവാനുള്ള എന്താ നല്ല പ്രവൃത്തി എനിക്ക് തരണം. മറ്റുള്ളവർക്ക് വിഷമം വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ വാക്കുകൊണ്ട് മറ്റൊരാൾക്ക് വിഷമം ഉണ്ടാകരുത്. മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യാനുള്ള എന്താ ഒരു മനസ്സെനിക്ക് തരണേ എന്നൊക്കെ നമ്മൾ എന്താ പ്രാർത്ഥിക്കണം എന്നാ പറയുന്നത്. ഓക്കെ, പിന്നെന്താ, എവിടെയൊക്കെയാണ് ദൈവം നിറഞ്ഞിരിക്കുന്നത്? എവിടെയൊക്കെ നിറഞ്ഞിരിക്കുന്നു? പൂവിനുള്ളിലെ സൗരഭം, പൂവിനുള്ളിലെ സുഗന്ധമായി, പുസ്തകം തരുന്ന ജ്ഞാനമായി, പുല്ലുമാടവും പൂമണിമേടിയും തുല്യമായി കാണുന്ന ശക്തിയായി എല്ലായിടത്തും ആരുണ്ട്? ദൈവമുണ്ട്. ഓക്കെ, അപ്പൊ മനസ്സിലായോ? അത്രയും മനസ്സിലായോ? മനസ്സിലായി. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചാപ്റ്റർ മനസ്സിലായല്ലോ? മനസ്സിലായി. അപ്പോൾ നമ്മൾ പഠിച്ച ന്യൂ വേർഡ്സ് ഏതൊക്കെയാണ്? ഈ ന്യൂ വേർഡ്സ് എന്താ, പാഠം 1 എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥന എഴുതിയ ശേഷം പുതിയ പദങ്ങൾ എന്ന് പറഞ്ഞ് എഴുതുക. എന്താ, ഫസ്റ്റ് നോക്കി അത് അതുപോലെ തന്നെ ബുക്കിൽ എഴുതുക. ഓക്കെ, ഇത് പഠിക്കണം. ബുക്കിൽ എഴുതുമ്പോൾ ഉറക്കെ പറഞ്ഞ് വേണം എഴുതാൻ വേണ്ടിയിട്ട്. അതിനുശേഷം കാണാതെ പഠിക്കുക. ടീച്ചർ ചോദിക്കുമ്പോൾ ആൻസറും പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നോക്കിയ പുതിയ പദങ്ങൾ പേജ് നമ്പർ 4 നോക്കി എല്ലാവരും എടുത്തേ. പുതിയ പദങ്ങൾ: എങ്ങും, എല്ലായിടവും, കുടിയിരിക്കുക, താമസിക്കുക, വസിക്കുക. പാദം, കാല്, ഇടറുക,
തെറ്റുക. കൃപ ദയ. സൗരഭം സുഗന്ധം. ജ്ഞാനം അറിവ്. പുല്ലുമാടം പുല്ലുമേഞ്ഞ വീട്. പൂമണിമേട മാളിക വലിയ വീട്. അപ്പോൾ ഇത് നിങ്ങളെന്താ ബുക്കിൽ എഴുതുക. അതുപോലെ ഈ ഒരു പ്രാർത്ഥനാ ഗീതം നിങ്ങൾ പാടുന്നത് വീഡിയോ ആയിട്ട് അയച്ചു തരാം. നല്ലപോലെ പാടി വീഡിയോ ആയിട്ട് അയച്ചു തരാം. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഒന്നുകൂടെ പാടാം. എല്ലാവരും ഒന്നുകൂടെ ശ്രദ്ധിച്ചിരിക്കുക. അപ്പം കൂടെ പാടാം. അപ്പോൾ ടീച്ചറിൻ്റെ കൂടെ തന്നെ പാടുക. ഫാസ്റ്റായിട്ട് പോലെ പതുക്കെ പോവാണ്. അപ്പോൾ എല്ലാവരും കുറച്ച് നല്ലപോലെ വായിച്ച് പഠിക്കുക. അതിനുശേഷം എന്താ പാട്ടായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നോക്കി, എങ്ങും എങ്ങും നിറയും വെളിച്ചമേ എൻ മനസ്സിൽ കുടിയിരിക്കണമേ. എൻ്റെ പാത വിടരാതിരിക്കുവാൻ ഇന്നും എന്നെ കൃപ ചൊരിയണമേ. പൂവിനുള്ളിലെ സൗരഭം നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ. പുല്ലുമാടവും പൂമണിമേടയും തുല്യമായി കാണും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും, നല്ല ഭാഷയായി നാവിൻ്റെ തുമ്പിലും, നല്ല ചേരിയായി പിഞ്ചു കൈയിലും, നന്മയായി നീ നിറഞ്ഞരുളിടണേ. ഓക്കെ, മനസ്സിലായല്ലോ? എല്ലാവർക്കും മനസ്സിലായല്ലോ ഇത്? അപ്പോൾ ഇത് എന്താ വീഡിയോ ആയിട്ട് അയച്ചു തരിക. അതുപോലെ ബുക്കിൽ ആ മീനിങ്സ് എഴുതിയതും എന്താ അയച്ചു തരാം. ഓക്കെ, അപ്പോൾ ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്താ ടീച്ചറിനെ വിളിച്ച് ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ, താങ്ക് യു. Did you get ready in the dark or something? 'Cause you look like a beautiful nightmare.